ഏതെങ്കിലും ഒരു മോഹൻലാൽ സിനിമ വലിയ ട്രെൻഡായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിനു പുറകെ വിവാദങ്ങൾ വരും. ചിലരൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. ചിലത് ഡീഗ്രേഡിംഗിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ചിലടത്ത് വലിയ വിവാദങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിന്റെ തന്നെ സംവിധാനത്തിൽ ഒരു ഗംഭീര മോഹൻലാൽ സിനിമ, ഫാന്റസി ലെവൽ 3D സിനിമ, ബിഗ് ബജറ്റ് സിനിമ എന്നൊക്കെ ഖ്യാതിയിലൂടെ ബറോസ് എന്ന ചിത്രം ഇറങ്ങുമ്പോൾ ഉറപ്പായിരിക്കും അതിന് പുറകിൽ ഡീഗ്രേഡിങ്ങും വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടാകും. ഇപ്പോഴിതാ ചില വിവാദങ്ങൾ പൊങ്ങി വന്നിരിക്കുകയാണ്. നടൻ മോഹൻലാലിന്റെ ചെറുപ്പകാലത്തെ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. MG കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ മോഹൻലാൽ ABVP കോളേജ് യൂണിയൻ പ്രതിനിധിയായിരുന്നു എന്നെഴുതിയ ചിത്രമാണിത്. ABVP MG കോളേജ് യൂണിയൻ എന്നെഴുതിയ പോസ്റ്റ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയുണ്ടായി. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റ് എഡിറ്റ് ചെയ്തതാണെന്ന് പ്രമുഖ മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. സർവകലാശാല കലോത്സവ വിജയികളുടെ ചിത്രത്തിൽ ABVP യൂണിയൻ എന്നെഴുതിയാണ് വൈറൽ പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സമാനമായ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. വൈറൽ ചിത്രം റിവേഴ്സ് ഇമേജിൽ തിരഞ്ഞപ്പോൾ സമാനമായ ചിത്രങ്ങളുടെ ഒരു എക്സ് പോസ്റ്റ് ലഭ്യമായതാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി വന്നത്. ഇതിന്റെ കമന്റ് സെക്ഷനിൽ ചിലർ ഇത് യഥാർത്ഥ ചിത്രമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ട് ഫെസ്റ്റിവൽ വിന്നേഴ്സ് എന്നെഴുതിയ കുറിപ്പിനൊപ്പം വൈറൽ ചിത്രത്തിന്റെ മുഴുവൻ ഭാഗവും ചിലർ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ABVP MG കോളേജ് യൂണിയൻ എന്ന് ഫോട്ടോയുടെ താഴെ എഴുതിയിട്ടിരുന്ന വ്യക്തമാണ്. തുടർന്നുള്ള പരിശോധനയിൽ 2020 ഏപ്രിൽ 4 ഇതേ ചിത്രം ഉൾപ്പെടുത്തി ഒരു പ്രമുഖ മാധ്യമം പങ്കുവച്ച റിപ്പോർട്ട് ലഭ്യവുമായി. മികച്ച നടനുള്ള 2ാം സ്ഥാനം സ്വന്തമാക്കി മോഹൻലാൽ, പഴയ ചിത്രം വൈറലാകുന്നു എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നതും. സോഷ്യൽ മീഡിയയിൽ വൈറലായ മോഹൻലാലിന്റെ പഴയ ചിത്രത്തെ പറ്റിയുള്ള ഈ വാർത്തയിലും ABVP MG കോളേജ് യൂണിയൻ എന്ന ചിത്രത്തിന് താഴെ എഴുതിയിട്ടില്ലെന്നത് കാണാം. കൂടാതെ അന്ന് തന്നെ പല മാധ്യമങ്ങളും ഈ വാർത്ത പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വാർത്തകളിൽ ചിത്രത്തിൽ ആദ്യമുള്ളത് ഗായകൻ കാവാലം ശ്രീകുമാറാണ്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയ കാവാലം ശ്രീകുമാറാണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാവാലം ശ്രീകുമാറിനെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമുള്ള ചിത്രമല്ല. 1979 MG കോളേജിലെ സോനീറിൽ നിന്നുള്ള ചിത്രമാണിത്. ആർട്ട് ഫെസ്റ്റിവൽ വിജയികളാണ് ഈ ചിത്രത്തിലുള്ളത്. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഭാഗമായി നിന്നിട്ടുള്ള ആളല്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം ഖേദകരമാണ്. അദ്ദേഹം മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. മോഹൻലാലിന്റെ പബ്ലിക് റിലേഷൻ ടീമുകളുമായും അവർ സംസാരിക്കുണ്ടായി. ഇത് കാലങ്ങളായി പ്രചരിക്കുന്ന പോസ്റ്റാണ്. എഡിറ്റ് ചെയ്ത ചിത്രമാണിത്. മോഹൻലാലിന്റെ PR ടീം അംഗം സജീവ് സോമൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രകടമായ രാഷ്ട്രീയ ചായ്വില്ലാത്ത നടൻ മോഹൻലാലിന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തെക്കുറിച്ചും മീഡിയകൾ അന്വേഷിച്ചു. സംവിധായകൻ ഷാജി കൈലാസ് ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ കോളേജിൽ ആദ്യം കണ്ടതിനെപ്പറ്റി പറയുന്നുണ്ട്. 2022 ഓഗസ്റ്റ് 4 ക്യാൻ ചാനൽ മീഡിയയിൽ ഷാജി കൈലാസ് പറയുന്നത് SFIയുടെ ജാഥയിൽ വെച്ചാണ് മോഹൻലാലിനെ ആദ്യം കാണുന്നത് എന്നാണ്. കൂടാതെ നടൻ സന്തോഷ് K നായർ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ SFI പ്രവർത്തകനായിരുന്നുവെന്നും പറയുന്നുണ്ട്. നടൻ യദുകൃഷ്ണനുമായി സന്തോഷ് K നായർ സംസാരിക്കുന്ന തിരനോട്ടം എന്ന പരിപാടിയിലായിരുന്നു ഈ കാര്യം പറഞ്ഞത്. അതേസമയം സജീവമായ അഭിനയത്തിലേക്ക് വന്ന ശേഷം മോഹൻലാൽ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായതായി റിപ്പോർട്ടുകളുമില്ല. മാത്രമല്ല രാഷ്ട്രീയം തന്റെ പണിയില്ലെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും MG കോളേജ് സുവനീർ ഉൾപ്പെടുത്തിയിട്ടുള്ള കോളേജ് സർവകലാശാല യുവജനോത്സവ വിജയികളുടെ ചിത്രമാണ് മോഹൻലാൽ ABVP പ്രതിനിധിയായിരുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തമായി. ഇതുകൂടാതെ തന്നെ മോഹൻലാൽ ബറോസിന്റെ പ്രമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ നൽകിയുണ്ടായി. അതിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകളാകുന്നതും. തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസ് 2 ദിവസം മാത്രം ശേഷിക്കെ നടൻ മോഹൻലാൽ പ്രമോഷൻ തിരക്കുകളിലാണ്. പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകൾക്കും ടീസറിനും ട്രെയിലറിനുമെല്ലാം മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. അതേസമയം മുതിർന്നവരെക്കാൾ കുട്ടികളാണ് 3D വിസ്മയം ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നത്. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. താനല്ല തന്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുക എന്നാണ് താരം പറഞ്ഞത്. അതേസമയം ബറോസ് പ്രമോഷന്റെ ഭാഗമായി കലാട്ട പ്ലസിന് മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടുത്തിടെയാണ് മോഹൻലാൽ പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ചെറിയ സിൽവർ കുരിശ് മാല ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല, മോതിരം, വാച്ചുകൾ, ബ്രേസ്ലെറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആദ്യമായാണ് കുരിശുള്ള മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി. മോഹൻലാൽ ക്രിസ്തുമതം സ്വീകരിച്ചോ മാമോദിസ മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിന്റെ സംശയങ്ങൾ. ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാകും, ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെയാണ് മറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ. ഇത് വലിയ മീഡിയ പ്രാധാന്യം നേടി എന്നതാണ് മറ്റൊരു കാര്യം. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന സമയത്തും മോഹൻലാൽ ഒരു ചിത്രം പങ്കുവെക്കുണ്ടായി. അന്നും മോഹൻലാലിന്റെ കഴുത്തിൽ ഒരു കുരിശുമാല ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ എന്തൊക്കെയോ വിവാദങ്ങൾ ഉണ്ടാക്കണം, അതിന് പുറകെയാണ് പലരും ഓടി നടക്കുന്നത്. മോഹൻലാലിന്റെ കുരിശുമാല ധരിച്ച വീഡിയോയും അതോട് അനുബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചൂടുപിടിച്ചതോടെ സിനിമാ റിവ്യൂവറും യൂട്യൂബറും ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണൻ പ്രതികരിച്ച് പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. ഫാഷന് വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്ന് സായി കൃഷ്ണ പറയുന്നു. കുരിശ് കഴുത്തിൽ ഇടുന്നത് മതവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല. ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിൽ അണിയാറുണ്ട്. കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുമുണ്ട്. മോഹൻലാലിനെ പോലൊരു നടൻ
നടൻ ഫാഷന് വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. സിനിമയിൽ ഇട്ടേക്കും, പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല. കാരണം മതം, മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെല്ലാം ബഹുമാനമുള്ള ആളാണ് അദ്ദേഹം. ബ്ലെസ്സിങ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളുമാണ്. കുരിശ് ധരിച്ചത് കോൺഫിഡൻസിന് വേണ്ടിയാകും, കാരണം അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അതേക്കുറിച്ച് സംസാരിക്കാറുള്ള ആളുമാണ്. പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യശക്തിയിൽ വിശ്വസിക്കുന്ന ആളുമാണ് മോഹൻലാൽ എന്നും സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്. സായി കൃഷ്ണയുടെ നിരീക്ഷണത്തെ മോഹൻലാൽ ആരാധകരും ശരിവെക്കുന്നുണ്ട്. ലോകം അറിയുന്ന മികച്ച നടന്മാരിൽ ഒരാളായിട്ടും അതിന്റെ പേരിൽ ഒരിക്കൽ പോലും അഹങ്കരിക്കാതെ എല്ലാം ഒരു അദൃശ്യശക്തി തന്നെ സഹായിക്കുന്നതിനാൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് മോഹൻലാൽ പറയാറുള്ളത്. ഈ എളിമയും വിനയവും തന്നെയാണ് മോഹൻലാലിനെ മലയാളികളുമായി അടുപ്പിക്കുന്നത്.